സുപ്രധാനമായൊരു വാർത്തയാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെതിരെ KS ശബരിനാഥൻ രംഗത്ത് വരുന്നു എന്നുള്ളത്. യുവരാജ് ഗോകുൽ BJP നേതാവ് ഇപ്പോൾ ഒപ്പം ചേരുന്നത്. യുവരാജ്, അതായത് സ്വന്തം മണ്ഡലത്തിൽ അതായത് MLA ഹോസ്റ്റൽ പ്രശാന്തിന് 2 ഓഫീസ് മുറികളുണ്ട്. MLA ഹോസ്റ്റൽ നിലനിൽക്കുന്നത് പ്രശാന്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ്. സൗജന്യമായി അങ്ങനെ ഒരു സംവിധാനമുള്ളപ്പോൾ എന്തിന് കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന ചോദ്യം ശബരിനാഥ് ഉന്നയിക്കുന്നു. അതായത് ശ്രീലേഖ ഉന്നയിച്ചതിന് പിന്തുണയോ? തീർച്ചയായിട്ടും അത് ഇപ്പൊ ശ്രീലേഖ മേഡം രാവിലെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ബാക്കി എല്ലാവരും അത് മാറ്റി പറയണം എന്നില്ലല്ലോ. തീർച്ചയായിട്ടും ശബരി അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്ന്, വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്ത് തന്നെയാണ് നിയമസഭാ സാമാജികർക്ക് വേണ്ടിയിട്ടുള്ള MLA-മാർക്കുള്ള MLA ഹോസ്റ്റൽ ഉള്ളത്. MLA ഹോസ്റ്റലിനകത്ത് കയറി നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, വളരെ മികച്ച സൗകര്യങ്ങളുള്ള ഒരു MLA ഹോസ്റ്റൽ, സൗകര്യങ്ങളുള്ളതാണ് MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. മുറിയുണ്ട്, അവർക്ക് വിശ്രമിക്കാനുള്ള ഇടമുണ്ട്, സ്റ്റാഫിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, തൊട്ടടുത്ത് തന്നെ MLA-മാർക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻറ്റീൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ മികച്ച തലത്തിൽ തന്നെയാണ്. പക്ഷെ എന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു കെട്ടിടം കയ്യേറി അവിടെ ഇപ്പോൾ കൗൺസിലർമാരെ നമുക്കറിയാലോ, ഒരു കൗൺസിലർക്ക് മാസം കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള തുക മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. 6000 രൂപ 7000 രൂപയും ഒക്കെ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് പുറത്തു പോയിട്ടൊരു ഓഫീസ് എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര പെട്ടെന്ന് അവരെ കൊണ്ട് താങ്ങുന്ന ഒരു കാര്യം ആയിരിക്കില്ല. അപ്പൊ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് മാന്യമായിട്ടൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ VK പ്രശാന്ത് ചെയ്യേണ്ടുന്നത്. അതിന് പകരം മാസം 70,000 രൂപയോളം വരുമാനം ലഭിക്കുന്ന ഒരാൾ, അതായത് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പർപ്പസിനോട് വേണ്ടിയിട്ടാണല്ലോ അവർക്ക് ആ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ കെട്ടിടത്തിനകത്തേക്ക് കയറിയിരിക്കുക എന്നുള്ളത് ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. അതായത് MLA-മാരെല്ലാവരും ഈ MLA ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തുക മുഴുവനും ഓഫീസിന് വേണ്ടി തന്നെയാണോ വിനിയോഗിക്കുന്നതെന്നൊക്കെ. അങ്ങനെ ചോദിച്ച് ജനറലൈസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ചിലർക്ക് അവരുടെ സ്വന്തം വീടുകളിൽ തന്നെ അവർക്ക് ഓഫീസ് നടത്താൻ പറ്റുമായിരിക്കും, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവിടെ കോർപ്പറേഷന് ലഭിക്കേണ്ടുന്ന വാടകയുണ്ട്. ശാസ്തമംഗലം പോലുള്ള ഒരു സ്ഥലത്ത് കോർപ്പറേഷന് ലഭിക്കേണ്ടതായിട്ടുള്ള തുകയാണ് വെറും 872 രൂപ മാത്രം കൊടുത്തുകൊണ്ട് VK പ്രശാന്ത് കയ്യേറി വെച്ചിരിക്കുന്നത്. ഇത് കോർപ്പറേഷന് വരുമാന നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് വരുമാന നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്രയും സ്ഥലം പുറത്ത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 5000-ഓ 10,000-ഓ ഏറ്റവും കുറഞ്ഞത് വാടക കിട്ടുന്ന ഒരു സ്ഥലമാണ് VK പ്രശാന്ത് ഒരു 872 രൂപ കൊടുത്ത് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എത്ര വർഷമായിട്ട്, കഴിഞ്ഞ 4 വർഷത്തിന് മുകളിലായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മാസം ഒരു 10,000 രൂപ അവിടെ വാടക കണക്കാക്കിയാൽ പോലും 5-6 ലക്ഷം രൂപ അവിടെ കിട്ടേണ്ടുന്ന സ്ഥലത്താണ് വെറും തുച്ഛമായ തുക മാത്രം കൊടുത്തിട്ട് പ്രശാന്ത് അവിടെ കയ്യേറി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീലേഖ മേഡം ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് വളരെ ന്യായമാണ്. അത് മാത്രമല്ല, അവർ കുപ്പിയിൽ നിന്ന് വലിയൊരു ഭൂതത്തിനെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷക്കാർ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണിത്. അവര് സർക്കാർ സംവിധാനങ്ങൾ ഏതൊക്കെ തലത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മാത്രമല്ല, ഈ ചില മാർക്കറ്റുകളിലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഇതൊക്കെ CPM-മാർ ഈ വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ചിലർക്ക് കൃത്യമായ പങ്കുണ്ടെന്നും അവർ ബിനാമികളെ വെച്ച് ഈ സംവിധാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒക്കെയുള്ള സംശയങ്ങളും വാർത്തകളും ഒക്കെ മുൻപ് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ശ്രീലേഖ പറഞ്ഞതിൽ എല്ലാവരും എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മാറൂ ഞാനവിടെ ഇരിക്കട്ടെ എന്നുള്ള ആ വാക്കിനെയാണ്. മറുവശത്ത് അതിന് പിന്നിലെ വലിയൊരു CPM സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പോക്കിനെ കൂടി ചൂണ്ടിക്കാണിക്കലാണല്ലോ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, കുപ്പിയിൽ നിന്നൊരു വലിയ ഭൂതത്തിനെയാണ് ശ്രീലേഖ മേഡം തുറന്നു വിട്ടത് എന്ന്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഇപ്പോ പ്രശാന്തിന്റെ കാര്യത്തിലാണ് ഇത് ചർച്ച തുടങ്ങിയത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് മുമ്പോട്ട് പോകാൻ പോകുന്നത് ഏതൊക്കെ സർക്കാർ സംവിധാനങ്ങളെ ഇടതുപക്ഷക്കാര് ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതിലേക്ക് തന്നെയാണ്. കാരണം ഈ പറയുന്ന പല സഖാക്കളും പലയിടത്തും പല വ്യാപാര സംവിധാനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടത്ത് തുച്ഛമായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള തുക നൽകിയിട്ടാണ്. ഇത് മറ്റാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ മാത്രം ആ പാർട്ടിയുടെ ചിലർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളാണ്. തീർച്ചയായിട്ടും അതെല്ലാം തുറന്നു കാണിക്കപ്പെടുന്നു വരും ദിവസങ്ങളിൽ. അതായത് ഇതൊരു തുടക്കമാണ് എന്നർത്ഥം. കാരണം പിൻവാതിൽ നിയമനങ്ങൾ അടക്കം രാഷ്ട്രീയമായ ഓരോ ഇടത്തും കൊണ്ട് ഓരോ സഖാക്കളെ ഇരുത്തിയതടക്കം പിടികൂടുന്നതിന്റെ തുടക്കം, അങ്ങനെ വേണം ഇതിനെ കാണാൻ. തീർച്ചയായിട്ടും.